ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടി. ഇതിലേക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിത് ഇതുപോലെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെപ്പം നമ്മൾ 1 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മളെടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. ഇപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം ഈ മാവ് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടിത് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഒരുപാട് വലുപ്പം വേണ്ട, ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. കൊഴുക്കട്ടയ്ക്കൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കില്ല, അതേപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആദ്യം ഒരു വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള സ്ലൈസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ എരിവിനായിട്ട് 2-3 പച്ചമുളകും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം. ആ രീതിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ കൊഴുക്കട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ കൊഴുക്കട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 കപ്പ് നാളികേരത്തിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കൊഴുക്കട്ട അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായി തിളച്ച് ഇതുപോലെ ഏകദേശം ഒന്ന് കുറുകി വന്നാൽ ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ 1ാം പാൽ ചേർക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുക. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഇത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ട് കറിവേപ്പിലയും ചേർക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്റ്റൂ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് നമ്മൾ കുറേ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷേ കുറേ പേരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് പാൽക്കൊഴുക്കട്ടയൊക്കെ പോലെ തന്നെ ചെറിയൊരു ചൂടോട് കൂടിയിട്ടും ചൂടാറിയിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. സ്റ്റൂവും കൊഴുക്കട്ടയും കൂടിയിട്ട് ചേർത്തിട്ട് തന്നെ കഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്